ഇപ്പോൾ നമുക്കൊപ്പം ശില്പി ശ്രീ മഹേഷ് പണിക്കർ കൂടി ചേരുന്നുണ്ട്. ശ്രീ മഹേഷ് പണിക്കർ, ഒന്നാമത്തെ പ്രതി അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരൻ കൂടി ഇന്ന് പുറത്തിറങ്ങുകയാണ്. കോടതി ഇന്നലെയും പറഞ്ഞു, കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയ്ക്ക് വകയില്ല, വളരെ സങ്കീർണമായ അന്വേഷണമാണ്, SITയുടെ അന്വേഷണം വളരെ തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നു, ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതാണ് ആ ഒരു നിലപാടിൽ പിടിച്ചാണ് സർക്കാരും ഇന്ന് നിയമസഭയിലെ വിവരങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാണല്ലോ. പക്ഷേ ഒന്നാം പ്രതി തന്നെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുറ്റപത്രം ഇനിയും അത് സമർപ്പിക്കാൻ എത്ര ദിവസം എടുക്കും എന്നതുപോലും അവ്യക്തമായി നിൽക്കുകയാണ്. ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അയാളൊരു കോൾ ബ്ലഡഡ് ഒരു ക്രിമിനലാണ്. അയാളുടെ ആ ഒരു വിശ്വരൂപത്തിൻ്റെ ചില ഇമേജുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുമാത്രം വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള അയാളുടെ കണക്ഷൻസ്, പോലീസുകാർ, രാഷ്ട്രീയക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ, അപ്പം അങ്ങനെയുള്ള അയാളുടെ വീടുകളിൽ വരുന്ന ആൾക്കാർ, MP മാർ, MLA മാർ, അയാൾ പോകുന്ന വീടുകൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ സ്വാധീനമുള്ളൊരു വ്യക്തി, അത്രമാത്രം സ്വാധീനമുള്ള ഇതിനകത്തെ കിങ് പിന്നായിട്ടുള്ള ഒരു വ്യക്തി. അയാൾക്കറിയാം അയാളാണ് ഈ പാളി കടത്തിയതും അങ്ങനെ ശബരിമലയിൽ നിരന്തരമായിട്ടുള്ള കുറേ കൊള്ളകൾ നടത്തിയിട്ടുള്ള ഒരു ക്രിമിനൽ. അയാൾ പുറം ലോകത്തേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും വ്യസനമുണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാൻ ഇന്നലത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ആ നിഗമനങ്ങൾ, അതായത് അയാൾക്കെതിരെയുള്ള തെളിവുകൾ കൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. കാര്യം എന്തായാലും ഇവർ രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ തികഞ്ഞ ആശങ്കയാണ്. ഇതിൻ്റെ അന്വേഷണം പൂർത്തിയായി ഇവരൊക്കെ ശിക്ഷിക്കപ്പെട്ട് ആ ഒരു രീതിയിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും അയ്യപ്പ വിശ്വാസികൾക്ക് അത് പൂർണ്ണമായിട്ടും ഒരു എന്താ പറഞ്ഞ ഒരു ആശ്വാസമായിട്ട് വരത്തുള്ളൂ. കാര്യം നമ്മുടെ ഒരു സംശയം എന്ന് പറയുന്നത് ഇയാളുടെ ആ സ്വാധീനത്തിൻ്റെ ആ വലിയ ഇത് തന്നെയാണ്. ഇവരെത്ര വല കെട്ടിയാലും ആ വല പൊട്ടിച്ച് കളയാനുള്ള രീതിയിലുള്ള ഒരു സ്വാധീനമായ കൊണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം അയാളത് എങ്ങനെയാണത് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റൂ എന്തായാലും. കാര്യം ഇതെന്തായാലും തികച്ചും ദൗർഭാഗ്യപരമാണ്. ഈ പറഞ്ഞ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല, അതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. മാത്രമല്ല ശബരിമല ധാരാളം ഇപ്പം തന്നെ അടുത്തൊരു സുനിൽ പോറ്റി അറസ്റ്റ് ചെയ്തിരിക്കുന്ന അവിടുത്തെ നെയ്ക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ സംഭവിക്കുന്നത്? മൊത്തത്തിലൊരു കൊള്ളയായിട്ട് നമ്മൾ ഈ പറഞ്ഞ തന്ത്രസംശയമൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ ദൈവതുല്യരായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന, ഹൈന്ദവ സമൂഹത്തിൻ്റെ ദൈവതുല്യരായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ശ്രേണിയിലത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ, അവരുടെ വിശ്വാസമൊക്കെ എവിടെയാണ്? അവർ ആരോടാണ് വിശ്വാസം? വെറും പണത്തിനോടും അല്ലെങ്കിൽ വെറും സ്വർണത്തിനോടും ഒക്കെ മാത്രം ഭ്രമിച്ച് അവർ ഈ വിശ്വാസത്തെ തകർക്കുകയല്ലേ? ഇതിനൊരു മറുപടി വേണ്ടതല്ലേ? ഹിന്ദു സമൂഹം ശരിക്കും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അന്വേഷണം ആ ഒരു രീതിയിൽ എത്തി ഇവരെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ആ മുറിവുകൾ ഉണങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മഹേഷ് പണിക്കർ, ഇത് എത്ര വേഗം സാധ്യമാകുമെന്നാണ്? നമുക്കറിയാം, മണ്ഡലകാലം നടക്കുന്ന സമയത്ത് ഈ മണ്ഡലകാലം പൂർത്തീകരിക്കുന്നതിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ചിത്രം തെളിയുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. കുറച്ചുകൂടി സമയം നൽകണ്ടേ എന്നതുകൂടിയാണ് ഹൈക്കോടതിയും ചോദിക്കുന്നത്. അപ്പോൾ ഇനിയും സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങേക്കറിയാം, വീണ്ടും സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്, VSSCയിൽ അതിൻ്റെ പരിശോധന നടക്കുന്നു. ഇതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇത് പാളി മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടില്ലേ എന്ന് തുടങ്ങിയ മൊത്തത്തിൽ ആ റിപ്പോർട്ട് വന്നതിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ പരിശോധനാ റിപ്പോർട്ട് കൂടി വന്നാലേ നമുക്കറിയാൻ കഴിയൂ. എന്ത് വന്നാലും ഈ നഷ്ടപ്പെട്ടത് മുഴുവനായി തിരിച്ചു കിട്ടാതെ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണത്തിന് പോകാനും കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളാണ് ഇപ്പോൾ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അടുത്ത മണ്ഡലകാലം തുടങ്ങുന്നതിനുള്ളിലെങ്കിലും ഒരു ചിത്രം തെളിവ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഇതിനകത്ത് ഇയാൾക്കറിയാമല്ലോ ഇയാളെ സംബന്ധിച്ച് ഈ പാളി അയാളെ ആർക്കാ കൊടുത്തത്. അത് പോയി പൂജകളുടെ വഴികളിലൊക്കെ അന്വേഷണം ഇപ്പോൾ വളരെ അടുത്ത കാലത്താണല്ലോ SIT അങ്ങനത്തെ രീതിയിലുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത്. കാര്യം അവർ കുറച്ച് വേഗമായിട്ട്, മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നിസാര ധാരപാലക പാളി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് എന്തുമാത്രം വളർന്ന അതിൻ്റെ വ്യാപ്തി, ആ കൊള്ളയുടെ അവിടുത്തെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആ കള്ളത്തരങ്ങളുടെയൊക്കെ വ്യാപ്തി മനസ്സിലാക്കുമ്പോഴും അതിൽ ഇത്തരം ദൈവതുല്യരുടെയൊക്കെ പങ്ക് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അപ്പം അത്രമാത്രം ഒരു വലിയ സംഭവത്തെ അവർ ട്രാക്ക് ചെയ്ത് അതിനെ ഫ്രെയിം ചെയ്ത് കോടതിയുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഇവർ ആരും രക്ഷപ്പെടാത്ത രീതിയിൽ, കാര്യം ഇവർക്കൊക്കെ വാദിക്കാൻ വരുന്ന അഡ്വക്കേറ്റുകളൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ മുൻ ജഡ്ജിമാരോ ഒക്കെ ആയിട്ടുള്ള അത്രമാത്രം പ്രഗത്ഭരായ അഭിഭാഷകരൊക്കെയാണ് ഇവരുടെ മേളിൽ വരുന്നത്. കാര്യം ഇവരുടെയൊക്കെ ധനത്തിൻ്റെ മൂല്യം അത്രമാത്രം അവർക്ക് ഇതിനു വേണ്ടിയൊക്കെ ചിലവാക്കാനുള്ള ധനം അവർ ഈ ഒരു സ്ഥാനത്ത് നിന്ന് കട്ടും ഒട്ടിച്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം EDയുടെയൊക്കെ ഇത് ഇപ്പം തന്നെ തിരുവല്ലയിൽ മറ്റേ ആ ഒരു ED റെയ്ഡ് നടക്കുന്നു എന്ന് അറിയുന്നുണ്ട്. ചെങ്ങന്നൂരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിനടുത്ത് തന്നെ അപ്പം അതേമാതിരി ഒരു വളരെ വലുതായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള രീതിയിലുള്ളൊരു അന്വേഷണം വന്ന് ഇത് മൊത്തം ഫ്രെയിം ചെയ്ത് ഇവരെല്ലാം വരേണ്ടതുണ്ട്. കാര്യം ഈ തൊണ്ടി മുതലാണ് ഇതിനകത്തെ പ്രധാനം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ധാരപാല പാളികൾ അവർ ആ പാളി അതേപോലെ തന്നെ കൈമാറ്റം ഒന്നിച്ചായിട്ടോ 14 പീസായിട്ടുള്ളതാണ്. അത് ഓരോ പീസായിട്ടോ അല്ലെങ്കിൽ മുറിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ വലിയ ഭക്ത വിശ്വാസക്കുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് വിറ്റിട്ടുള്ളത്.